ഹായ് ഫ്രണ്ട്സ്, ഇനി നമ്മൾ നോക്കുന്നത് സേഫ് ഏരിയ വ്യൂ എന്ന് പറയുന്ന ഒരു കമ്പോണൻ്റാണ്. അപ്പോൾ അതിന് ജസ്റ്റ് നമുക്ക് iOS ഡിവൈസിലൂടെ നമ്മുടെ ആപ്പ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. അതിനാദ്യം നമ്മൾ iOS ഫോൾഡറിലേക്ക് ഡയറക്ടറി ചേഞ്ച് ആക്കണം. അതിന് cd എന്നിട്ട് പോഡ് ഇൻസ്റ്റാൾ എന്ന കമാൻഡ് കൊടുക്കണം. അപ്പോൾ iOS റൺ ആകാനായിട്ടുള്ള കുറച്ച് ഫയൽസൊക്കെ ഇൻസ്റ്റാൾ ആകും. ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി iOS റൺ ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ പ്രോജക്റ്റിനെ iOS പ്രോജക്റ്റിനെ ഈ എക്സ്കോഡിൽ സ്പേസ് എന്ന് പറയുന്ന ഫയൽ എക്സ്കോഡിൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് റൺ ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ ആപ്പ് ആൻഡ്രോയിഡിലും iOSലും റൺ ആയിട്ടുണ്ട്. നമ്മുടെ കോഡ് നോക്കുകയാണെങ്കിൽ നമ്മളൊരു വ്യൂ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ഫ്ലെക്സ് 1 കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കളറ് വൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നൊരു ബ്ലൂ ആക്കി നോക്കാം. ഇപ്പം നമ്മുടെ വ്യൂവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറ് ബ്ലൂ ആയിട്ടുണ്ട്. നമുക്ക് വൈറ്റ് തന്നെ ആക്കാം. എന്നിട്ട് നമ്മൾ കമൻറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ കോഡ് അൺകമൻറ്റ് ചെയ്യാം. അതായത് നമ്മുടെ ആ വ്യൂവിനകത്ത് നമ്മൾ വേറൊരു വ്യൂ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനൊരു വിഡ്ത്ത് കൊടുത്തിട്ടുണ്ട്, ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതിനൊരു ബോർഡർ കളർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റിന് കുറച്ച് സ്റ്റൈൽ അപ്ലൈ ചെയ്തിട്ട് അതിലൊരു ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആൻഡ്രോയിഡിൽ റൺ ആയേക്കുന്നത്. ഇതാണ് iOSൽ റൺ ആയേക്കുന്നത്. അതായത് ആൻഡ്രോയിഡിൽ റൺ ആയപ്പോഴത്തേനും നമുക്കത് ഫുള്ളി വിസിബിളാണ്. പക്ഷേ iOSൽ വന്നപ്പോഴത്തേനും ആ ഒരു ടെക്സ്റ്റ് നമ്മുടെ iOS ഡിവൈസിൻ്റെ നോച്ച് അല്ലെങ്കിൽ ഇപ്പോൾ ഡൈനാമിക് ഐലൻഡ് ഇതിൽ ഹൈഡഡ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ സേഫ് ഏരിയ വ്യൂ എന്ന ഒരു കമ്പോണൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സേഫ് ഏരിയ വ്യൂ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മൾ നമ്മുടെ പേരൻറ്റ് വ്യൂവിനെ റീപ്ലേസ് ചെയ്യുക സേഫ് ഏരിയ വ്യൂ വെച്ച്. ഇപ്പം ആ ഒരു ഇഷ്യൂ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് സേഫ് ഏരിയ വ്യൂ. അതായത് ഈ ഒരു ഡിവൈസിൻ്റെ ആ സേഫ് ഏരിയയിൽ മാത്രമേ നമ്മുടെ ആപ്പ് റൺ ആകത്തുള്ളൂ. അടുത്തതാണ് സ്ക്രോൾ വ്യൂ. സ്ക്രോൾ വ്യൂ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഈ ഒരു വ്യൂവിന് കുറച്ചുകൂടെ ഹൈറ്റ് കൊടുക്കും. ഇതൊരു വ്യൂ ആണ്. നെക്സ്റ്റ് ഞാൻ ഈ വ്യൂവിനെ തന്നെ ഒന്നുകൂടെ റീയൂസ് ചെയ്യുകയാണ്. കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു.
ഇപ്പോൾ രണ്ടാമത്തെ വ്യൂ വന്നു. ആദ്യത്തെ വ്യൂ, രണ്ടാമത്തെ വ്യൂ. പക്ഷേ രണ്ടാമത്തെ വ്യൂ മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനൊരു വ്യൂവും കൂടെ ആഡ് ചെയ്യുവാണ്. സെയിം വ്യൂ തന്നെ. പക്ഷേ ആദ്യത്തെ വ്യൂ മുഴുവൻ കാണാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ വ്യൂ പകുതിയേ പറ്റുന്നുള്ളൂ. മൂന്നാമത്തെ വ്യൂവിനെ കാണാനേ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഈ സ്ക്രോൾ വ്യൂ എന്ന കമ്പോണൻറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ക്രോൾ വ്യൂവിനെ ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് നമ്മുടെ വ്യൂ ആയിട്ട് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ സ്ക്രോൾ വ്യൂവിന് ഇപ്പോൾ നമുക്കൊരു എറർ വന്നിട്ടുണ്ട്. സ്ക്രോൾ വ്യൂവിൻ്റെ ചൈൽഡ്സിൻ്റെ ലേഔട്ടൊക്കെ നമ്മൾ, അതായത് ഇപ്പോൾ നമ്മൾ അലൈൻ ഐറ്റം അതിനകത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അലൈൻ ഐറ്റം സെൻറ്റർ എന്നുള്ളത്. പക്ഷെ അത് കൊടുക്കേണ്ടത് സ്റ്റൈൽ എന്ന പ്രോപ്പിലല്ല, കണ്ടൻറ്റ് കണ്ടെയ്നർ സ്റ്റൈൽ എന്ന പ്രോപ്പിനകത്താണെന്നാണ് ഇപ്പോൾ എറർ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെന്താ കമൻറ്റ് ചെയ്തിട്ട് കണ്ടൻറ്റ് കണ്ടെയ്നർ സ്റ്റൈൽ, അതിൽ ഫ്ലെക്സ് 1 കൊടുക്കാം, അലൈൻ ഐറ്റംസ് സെൻറ്റർ കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ രണ്ട് പ്രശ്നമുണ്ട് നമുക്ക്. ഒന്ന്, നമ്മുടെ സേഫ് ഏരിയ പോയി. രണ്ട്, സ്ക്രോൾ ആകുന്നില്ല. സ്ക്രോൾ ഒരു ബൗൺസ് എഫക്റ്റ് വരുന്നുണ്ട്, പക്ഷേ സ്ക്രോൾ ആകുന്നില്ല മൊത്തത്തിൽ. അപ്പോൾ അതിനു വേണ്ടിയാണ് അതിന് നമുക്ക് ആദ്യം നമുക്കിവിടെ ഇതിനെ സേഫ് ഏരിയ വ്യൂ തന്നെയാക്കാം. സേഫ് ഏരിയ വ്യൂ. എന്നിട്ട് അതിനെ സ്റ്റൈൽ കൊടുത്തു. എന്നിട്ട് ഈ കണ്ടൻറ്റ് കണ്ടെയ്നർ സ്റ്റൈൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ സേഫ് ഏരിയ വ്യൂവിനുള്ളിൽ നമ്മൾ സ്ക്രോൾ വ്യൂ കൊടുക്കുന്നു. അതിന് സ്റ്റൈൽ അപ്ലൈ ചെയ്തു. എന്നിട്ട് ഈ സ്ക്രോൾ വ്യൂവിനുള്ളിലാണ് നമ്മൾ ഈ 3 വ്യൂസ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പം നമ്മുടെ 3 വ്യൂസിനെയും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ സ്ക്രോൾ വ്യൂവിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. നമുക്കിപ്പോൾ ഇവിടെ ഒരു സ്ക്രോൾ ഇൻഡിക്കേറ്റർ കാണാമല്ലോ. ഈ ഒരു സ്ക്രോൾ ഇൻഡിക്കേറ്റർ. ഈ സ്ക്രോൾ ഇൻഡിക്കേറ്റർ നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് ഷോസ് വെർട്ടിക്കൽ സ്ക്രോൾ ഇൻഡിക്കേറ്റർ, അതിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് ഫോൾസ് പാസ് ചെയ്യാം. ഫോൾസ് ഒന്ന് പാസ് ചെയ്താൽ ആ ഒരു ഇൻഡിക്കേറ്റർ പോയിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ട്രൂ കൊടുക്കാം. ട്രൂ പാസ് ചെയ്താൽ അത് വരും. ഇതിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള വാല്യൂ ട്രൂ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രോപ്പ് പാസ് ചെയ്യാത്തപ്പം ഈ ഇൻഡിക്കേറ്റർ നമുക്ക് വിസിബിൾ ആയിരുന്നത്. അപ്പോൾ നമുക്ക് ഫോൾസ് കൊടുക്കാം. നെക്സ്റ്റ് പ്രോപ്പർട്ടിയാണ് ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ ട്രൂ എന്ന് കൊടുത്ത് നോക്കാം. അതായത് നമ്മുടെ ഇപ്പോൾ കണ്ടില്ലേ, ആ ഒരു സ്ക്രോൾ വ്യൂ ഹൊറിസോണ്ടലി ആയിട്ടുണ്ട്. ആ ഒരു വ്യൂ ഹൊറിസോണ്ടലി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സ്ക്രോളിംഗ് ഇൻഡിക്കേറ്റർ ഇപ്പം ഹൊറിസോണ്ടലിയാണ് വരുന്നത്. അതായത് സ്ക്രോൾ വ്യൂവിൻ്റെ ഡിഫോൾട്ട് സ്ക്രോൾ പൊസിഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കലി ആയിരിക്കും. അതായത് നമ്മൾ ഈ ഹൊറിസോണ്ടൽ ട്രൂ എന്നുള്ളത് കൊടുത്തില്ലെങ്കിൽ അത് വെർട്ടിക്കലി ആയിരിക്കും വർക്ക് ചെയ്യുക.
അപ്പോൾ ഇതിനെ ഹൊറിസോണ്ടലി ആക്കാൻ വേണ്ടി നമുക്ക് ഹൊറിസോണ്ടൽ ട്രൂ എന്ന് പറയുന്ന ഒരു പ്രോപ്പ് പാസ് ചെയ്യാം. അപ്പോൾ അത് ഹൊറിസോണ്ടലി വർക്കാകും. ഇത് നമുക്ക് ഹൊറിസോണ്ടലി ട്രൂ ആണ്, അതുകൊണ്ട് നമുക്കൊരു ഹൊറിസോണ്ടൽ സ്ക്രോൾ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഹൈഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സെയിം വെർട്ടിക്കൽ ഹൈഡ് ചെയ്ത പോലെ തന്നെ ഷോസ് ഹൊറിസോണ്ടൽ സ്ക്രോൾ ഇൻഡിക്കേറ്റർ, അതിൻ്റെ വാല്യൂ ഫോൾസ് ആക്കുക. അപ്പോൾ അത് അവിടുന്ന് പോയിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പം ഒരു ബൗൺസ് എഫക്റ്റ് വരുന്നുണ്ടോ? അപ്പോൾ അത് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ബൗൺസസ് എന്ന് പറയുന്നൊരു പ്രോപ്പ് ഉണ്ട്, അതിൽ ഫാൾസ് പാസ് ചെയ്താൽ മതി, നമുക്ക് ബൗൺസ് ചെയ്യണ്ട. അപ്പോൾ കണ്ടില്ലേ, ആ ബൗൺസ് എഫക്റ്റ് പോയിട്ടുണ്ട്.